ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറമ്പിലേക്ക് വന്നപ്പോൾ നമ്മുടെ വാഴക്കൊലയൊക്കെ ഇങ്ങനെ നല്ല റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വാഴ നട്ട സമയത്തുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കൂടി ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളിവിടെ 7 ഏത്തവാഴ വെച്ചതാണ്. അതിൽ ഒരെണ്ണം അധികം വലിപ്പമാവണേക്ക് മുമ്പ് തന്നെ കൂമ്പടഞ്ഞു പോയി. പിന്നെ ഒരെണ്ണത്തിന് ചെല്ലി കയറി. അത് ചെല്ലി താഴേന്നല്ല കയറി, ഇടയ്ക്കുന്ന് കയറി കംപ്ലൈൻ്റായി കൊലച്ച് വന്നതാണ്. 7 പടലയിലൊക്കെ കൊലച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പട്ട മഞ്ഞളിച്ചു പോയി. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അതുമ്പോൾ ചെല്ലിയും കാര്യങ്ങളും കയറി. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വാഴകളിൽ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ 6 പടലയും മാണിയും 7 പടലയിലൊക്കെ കൊലച്ചിരിക്കുന്നത്. നമ്മൾ 2 എണ്ണം കൊടുത്തു. 2 എണ്ണം നല്ല സൂപ്പർ കൊലകളായിരുന്നു. 24 കിലോ ഒക്കെ നമുക്ക് കിട്ടി. ഇപ്പോഴാണെങ്കിൽ ഏത്തക്കായ്ക്ക് നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങൾ കൊടുത്തപ്പോൾ കിട്ടിയത് 53 രൂപ കിലോ കിട്ടി. അപ്പോൾ നമുക്ക് ഒരു വാഴയ്ക്ക് ഒരു കൊലയ്ക്ക് 1000-1200 രൂപ ഒരു കൊലക്കായ്ക്ക് കിട്ടി. എന്നാൽ എല്ലാ സമയത്തും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം നല്ല റേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് 1200 രൂപ വെച്ച് ഈ 2 കൊല കൊടുത്ത് കഴിഞ്ഞപ്പോൾ 2300 ചില്ലാൻ രൂപ നമുക്ക് കിട്ടി. അപ്പോൾ അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഏത്തവാഴ കൃഷിയൊക്കെ ഭയങ്കര ലാഭമാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇത് ശരിക്കും മേട്ടുപ്പാളയം കണ്ണ് വാങ്ങി നമ്മൾ വെച്ചതാണ്. നമുക്ക് നല്ല ഫലവും കാര്യങ്ങളും കിട്ടി, നല്ല റേറ്റും കിട്ടി. ഇനിയിപ്പോൾ ഈ കൊലകൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. 6 പടലേ കൂടുതലുണ്ട്. ഒരു 20-22 കിലോ എന്തായാലും കിട്ടും. ചിലപ്പോൾ 24 കിലോയും കിട്ടും. ഇതിനു മുമ്പുള്ള കൊലകളും അങ്ങനെ കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഇതിന് ജൈവവളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും ഒത്തിരി പരിരക്ഷയൊന്നും കൊടുത്തേക്കണതല്ല. ഇടയ്ക്ക് മൂടി കൊടുക്കും. നമ്മളിപ്പോൾ വലിയ തോട്ടമായിട്ടൊന്നും ചെയ്തതല്ലല്ലോ. ശരിക്കും ഏത്തവാഴ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കുറേശ്ശെ വളമിട്ട് മൂടി കൊടുക്കണം. അങ്ങനെയാണ് ശരിക്കും. പക്ഷേ ഇത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് മൂടി കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിന് ഉദ്ദേശിച്ച് ചെയ്തതാണ്. പക്ഷേ നമുക്ക് വലിയ കൊലകളാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കൊടുത്തു. അത്യാവശ്യം അതിൽ നിന്ന് ഒരു പടലയൊക്കെ എടുത്ത് ബാലൻസ് നമ്മൾ കടയിൽ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴും നമുക്ക് ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ സ്വല്പം റേറ്റ് കുറഞ്ഞു എന്നു പറയണു. എന്നാലും 50 രൂപയൊക്കെ ഉണ്ട്. 2 മാസം മുമ്പെങ്ങാണ്ട് ഇത് തീരെ കുറവായിരുന്നു. 25 രൂപയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഴയില്ലേ നല്ല പോലെ കൊലിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കണ്ണ് നമുക്ക് വയ്ക്കാനായിട്ട് കൊള്ളില്ല. ഇതിൻ്റെ കളർ കണ്ട ഇതൊരു ചുവന്ന കളറായിപ്പോയി. അതുകൊണ്ട് ഇത് നമ്മൾ വീണ്ടും നടാനും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താൽ നമുക്ക് നല്ല കൊലകൾ കിട്ടില്ല. ഇതൊക്കെ കൊള്ളാം. ഇതിൻ്റെ കണ്ണുകൾ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ തടയനൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതിൽ 2 വാഴക്കണ്ണ് ഇത് അപ്പുറത്തേയും നമ്മൾ നിർത്തും. അതുപോലെ അപ്പുറത്തേലും നമ്മൾ 2 വാഴക്കണ്ണ് നിർത്തും. എന്നിട്ട് വളമിട്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിച്ചു കിട്ടും. ജൈവ രീതിയിൽ നമ്മൾ വാഴ കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ല. അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ പഴത്തിന് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന വളങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ പഴത്തിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓർഗാനിക് വളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ആട്ടിൻകാഷ്ടം, അതേപോലെ തന്നെ കോഴിക്കാഷ്ടം, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജൈവ രീതിയിലെ കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ pH കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം കുല വരുന്നതിന് മുൻപേ ആയിട്ട് ചാരം കൊടുക്കുന്നത് നല്ലതാണ്. 1 കിലോ ചാരം ഒരു വാഴയ്ക്കുന്ന കണക്കിന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വാഴക്കൃഷി ചെയ്യുന്നുണ്ടോ, വാഴ നട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും അതിൻ്റെ ഇനവും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കൃഷി കാഴ്ചയുമായിട്ട് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.